Hi friends, Mr. Randa പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന നല്ലൊരു കിടിലൻ പ്രൊഡക്റ്റ് ആണ്. xiaomiയുടെ ലാപ്ടോപ്പാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. ഇതെൻ്റെ ഒരു കസിന് വേണ്ടി അവൻ വാങ്ങിയതാണ്. അപ്പോൾ ഇവിടേക്ക് ഓർഡർ ചെയ്യിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്കിത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി തന്ന അവനൊരു ബിഗ് താങ്ക്സ്. നമുക്കിത് അൺബോക്സ് ചെയ്തതിന് ശേഷം ഈ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ സ്പെക്ക് ഇതെല്ലാം നമുക്ക് നോക്കാം. അതിനുശേഷം ഈ ലാപ്ടോപ്പ് ആർക്കൊക്കെയാണ് ഏറ്റവും യൂസ്ഫുൾ എന്ന രീതിയിൽ നമുക്കൊരു റിവ്യൂ നോക്കി നോക്കാം. അതായത് എഡിറ്റേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുമോ, ഫോട്ടോഷോപ്പ് എക്സ്പേർട്സിനാണോ നല്ലത്, അതോ ഡോക്യുമെൻറ്റ്സും സിനിമ കാണാൻ വേണ്ടി മാത്രമുള്ള ലാപ്ടോപ്പാണെന്ന രീതിയിൽ നമുക്ക് നോക്കാം. അതല്ലാതെ ഞാൻ ഇത് ഓർഡർ ചെയ്തേക്കുന്നത് ഏറ്റവും ബേസ് വേരിയൻ്റ് ആണ്. അതായത് 41,999 രൂപയുടെ മോഡലാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇതിൽ 2,000 രൂപ എനിക്ക് ഡിസ്കൗണ്ട് കിട്ടി HDFCയുടെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ 40,000 രൂപ. അപ്പോൾ ക്രെഡിറ്റ് കാർഡ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എൻ്റെ ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഇൻ ഇന്ത്യ എന്ന വീഡിയോ കണ്ടാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ കാർഡിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുറക്കാൻ പെട്ടി ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തുകൊണ്ട്. അപ്പോൾ ആമസോണിൻ്റെ പെട്ടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ എംഐയുടെ വേറൊരു പെട്ടിയുണ്ട്. ഭയങ്കര വലിയ പെട്ടിയിലൊക്കെ പാക്ക് ചെയ്ത് അയച്ചു തന്നേക്കണം. ഇത്രയും വലിയ ചപ്പാണ് എനിക്ക് കിട്ടിയേക്കണത്. ഇതായിരിക്കണം സാധനം. എംഐയുടെ HD വെബ് ക്യാം. അത് വേറെ പാക്കേജ് ആയിട്ടാണ് ഇവർ തരുന്നത്, കാരണം ഇതിൽ ക്യാമറ ഇല്ല ഈ ഒരു മോഡലിൽ. അപ്പോൾ അതെ, ഇതാണ് ബോക്സ്. ഇതിൻ്റെ മുമ്പിൽ MI നോട്ട്ബുക്ക് എഴുതിയിട്ടുണ്ട്. ഒരു xiaomiയുടെ ലോഗോ ഉണ്ട്. പിന്നെ ഫെദർ ലൈറ്റ് 1.5 kg, അതായത് വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പാണ്. 14 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ എഴുതിയിട്ടുണ്ട്. പവർഫുൾ സൗണ്ട്, DTSൻ്റെ സിമ്പിളുണ്ട്. പിന്നെ 10 മണിക്കൂറാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ്, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് നോർമൽ ഹാർഡ് ഡിസ്ക് അല്ല, SSD ആണ്. അപ്പോൾ അൾട്രാ ഫാസ്റ്റ് ആണ്. അതുപോലെ ഇത് ബിൽഡ് ചെയ്തേക്കുന്ന അലുമിനിയം മെറ്റൽ ബോഡിയാണ്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഇതിൻ്റെ പ്രൈസ്, മാനുഫാക്ചറിങ്, പിന്നെ അതിൻ്റെ കണ്ടൻസിൻ്റെ ഡീറ്റെയിൽസുമാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ ബോക്സിലുള്ള പോലെ നോർമൽ വാർണിംഗ് സിഗ്നൽസ്. അപ്പോൾ ഇതിൽ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ സ്പെക്കുകൾ. അതായത് 8GB റാം. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് 8GB റാം 256GB വേരിയൻ്റ് SSD മോഡലാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ബേസ് മോഡൽ. ഇതിൽ ഗ്രാഫിക്സ് കാർഡ് ഇല്ല. ഇതിൽ ഇൻബിൽഡ് ഓൺബോർഡ് ഗ്രാഫിക്സ് ആണ്. പിന്നെ 10th ജനറേഷൻ i5 പ്രോസറാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. വിൻഡോസ് 10ൻ്റെ ഹോം എഡിഷനാണ് ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന വിൻഡോസ്. പിന്നെ 14 ഇഞ്ച് ഫുൾ HD ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. തെർമാക്കോൾ പീസ് ടോപ്പ് നന്നായിട്ട് കറക്റ്റ് ഫിറ്റായിട്ട് തെർമാക്കോളൊക്കെ വെച്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പവർ കോഡായിരിക്കുള്ളൂ. നമുക്ക് ഈ പെട്ടി മാറ്റി വയ്ക്കാം. ഇതിലുള്ളത് ഒരു യൂസർ മാനുവൽ ഉണ്ട്. നമുക്ക് ഈ തെർമാക്കോളൊക്കെ മാറ്റി ലാപ്ടോപ്പ് എടുക്കാം. ചെറിയൊരു ലാപ്ടോപ്പ്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സൈസ്. ഇത് കഷ്ടിച്ചൊരു A4 പേപ്പറിനേക്കാൾ ഇത്തിരിയും കൂടി വലിപ്പം കൂടുതലുണ്ടാവും. ഇപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ലാപ്ടോപ്പ് പുറത്തേക്ക് എടുക്കാം. നല്ല സിമ്പിൾ സാധനം. ഇതിലാണെങ്കിൽ ഒരു ലോഗോ, ബ്രാൻഡിങ്ങോ ഒന്നുമില്ല. സാധാരണ എല്ലാ ലാപ്ടോപ്പും നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ സെൻട്രലായിട്ട് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ആണോ ലാപ്ടോപ്പ് അത് കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നും കൊടുത്തിട്ടില്ല. അലുമിനിയം ബോഡിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ബാക്കിലുള്ളത് നല്ല വലിയ സൈസ്. സാധാരണ ഇവിടെ ഈ ലാപ്ടോപ്പുകൾക്ക് റബ്ബർ ഗ്രിപ്പ് കൊടുക്കാറുണ്ട്, പക്ഷേ ഇത്രയും വലുപ്പത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് നല്ല തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് അടിയിൽ HDMIയുടെയും DTSൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് 10ൻ്റെ ഇതുണ്ട്. ഇത് എയർവെൻസ് ആവും. ഇതാണ് സ്പീക്കേഴ്സ്. ഡൗൺ ഫയറിങ് സ്പീക്കേഴ്സാണ് ഇതിൽ വെച്ചേക്കുന്നത്. റൈറ്റ് സൈഡിലുള്ളത് ഒരു USB 2.0 പോർട്ട്, പിന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, പിന്നെ ചാർജിങ് ഇൻഡിക്കേറ്ററാണ് ഇവിടെ ഉള്ളത്. ഈ സൈഡിലുള്ളത് 2 USB 3.1 പോർട്ട്, ഒരു HDMI പോർട്ട്, പിന്നെ ഇതാണ് ചാർജിങ് ചെയ്യാനുള്ള കേബിൾ കുത്തുള്ള പോർട്ട്. നമുക്കിനി ഈ ബോക്സിലെ ചാർജറിൻ്റെ വെയിറ്റ് എത്രത്തോളം നോക്കാം. എനിക്ക് തോന്നുന്നു ചാർജറിന് ലാപ്ടോപ്പിൻ്റെ അത്ര തന്നെ വെയിറ്റ് ഉണ്ടെന്ന്. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കി വെക്കാം. എന്താ ചാർജർ, അഡാപ്റ്റർ, ചാർജർ കേബിൾ രണ്ട് പീസായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. 65 വാട്ട്സ് ചാർജറാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് ചാർജ് കയറും. 1 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുമെന്നാണ് പറയുന്നത്. 10 മണിക്കൂർ വരെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഉണ്ടെന്ന്. അത് കൂടുതലും സിനിമ കാണുമ്പോഴും പിന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ്സും ബ്രൗസിങ്ങും മാത്രമാണ് ഒരു 10 മണിക്കൂർ അവകാശപ്പെടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അത്രയും ബാക്കപ്പ് ഒന്നും കിട്ടില്ല. അതിപ്പോൾ ഗ്രാഫിക്സ് കാർഡും കൂടി ഇല്ല. അപ്പോൾ ഇതിൽ ഓൺബോർഡ് ഗ്രാഫിക്സ് ആണ്. അപ്പോൾ ബാറ്ററി എത്രത്തോളം നിൽക്കുന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. xiaomi അവകാശപ്പെടുന്നത് ഇത് നമുക്ക് ഒരു വിരലുകൊണ്ട് ഈ ലാപ്ടോപ്പ് തുറക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ ഒരു വിരലുകൊണ്ട് തുറക്കാൻ പറ്റും, പക്ഷേ ഇടയ്ക്ക് നിന്ന് പൊങ്ങിപ്പോയി. വളരെ കോമ്പാക്റ്റായ വളരെ ലൈറ്റ് ലാപ്ടോപ്പാണിത്. ഇതെനിക്ക് കാണുമ്പോൾ ഏകദേശം എൻ്റെ മാക്ബുക്ക് പ്രോയുടെ അതേപോലെ തന്നെ ഉണ്ട്. പക്ഷേ മാക്ബുക്കിന് വളരെ തിക്കാണ് ഇവിടുത്തെ ബെസൽസ്. ഇത് വളരെ തിന്നാണ്. അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ
സ്ക്രീനിൻ്റെ മുകളിലാണ് ഇതിൻ്റെ മൈക്രോഫോൺസ് കൊടുത്തേക്കുന്നത്. ആകപ്പാടെ ഇതിൻ്റെ ഒരു ബ്രാൻഡിങ് എന്ന് പറയുന്നത് MI എന്ന് ഇതിൻ്റെ സ്ക്രീനിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ യൂസ് ചെയ്തേക്കണത് സിസേഴ്സ് ടെക്നോളജിയാണ് ഈ കീബോർഡിൽ. പിന്നെ എനിക്ക് കുറച്ച് ഡ്രോബാക്സ് തോന്നിയത് ഈ കീബോർഡിൽ ബാക്ക് ലൈറ്റ് ഇല്ല. ബാക്കി ഒരുവിധം എല്ലാ ലാപ്ടോപ്സിനും രാത്രിയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ബാക്ക് ലൈറ്റ് കൊടുക്കും കീബോർഡിന്. അത് ഈ മോഡലിനില്ല. അതേപോലെ പോർട്ടിൽ USB-C ടൈപ്പ് പോർട്ടില്ല. അതായത് ഹൊറൈസൺ എഡിഷനിലൊക്കെ C ടൈപ്പ് പോർട്ട് ഉണ്ട്, ഈ ഒരു മോഡലിനില്ല. ഇതിൽ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. ഇപ്പോഴത്തെ എൻ്റെ ഒരുവിധം എല്ലാ ലാപ്ടോപ്സിനും ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതേപോലെ ഒരു കാർഡ് റീഡറിൻ്റെ പോർട്ടും കൂടി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു ഇത്രയും വരെയുള്ള ലാപ്ടോപ്പിൽ. ആ ഒരു പോർട്ടും ഇല്ല. അതിന് എക്സ്റ്റേണൽ കാർഡ് റീഡർ നമ്മൾ വാങ്ങേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പോർട്സ് വൈസും പിന്നെ ഈ കീബോർഡ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഡ്രോബാക്സ് ആയിട്ട് വന്നു. പക്ഷേ കീബോർഡ്സ് യൂസ് ചെയ്യാൻ നല്ല സുഖമാണ്. മാക്കിൻ്റെ മാക്കിലെ കീബോർഡിൻ്റെ അതേ ഫീൽ ഉണ്ട് ഇതിന്. മാക്കിൽ യൂസ് ചെയ്തേക്കുന്നത് ബട്ടർഫ്ലൈ ടെക്നോളജിയാണ്, ഇതിൽ സിസേഴ്സ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ലാപ്ടോപ്പിൽ വെബ് ക്യാം വരുന്നില്ല. അപ്പോൾ വെബ് ക്യാം സെപ്പറേറ്റ് ആയിട്ടാണ് xiaomi തരുന്നത്. ഇതടക്കമാണ് അവർ പ്രൈസ് ചാർജ് ചെയ്യണത്. അത് സെപ്പറേറ്റ് ആണ്, തീരെ ചെറിയൊരു ബോക്സിൽ. നമുക്ക് തുറന്നു നോക്കിയൊക്കെ ഇതിൻ്റെ അത് ചെറിയൊരു വെബ് ക്യാം മുകളിൽ ഫിറ്റ് ചെയ്ത് ഇതേപോലെ വെച്ച് USB-യിൽ കൊടുക്കുക. സാധാരണ ഇതൊരു നല്ല ഓപ്ഷനും നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഡ്രോബാക്കുമാണ്. സ്ഥിരമായിട്ട് ഓഫീസ് യൂസ് ഉള്ളവർക്കൊന്നും ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പക്ഷേ പ്രൈവസി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ ബെറ്ററാണ് ഈ ഓപ്ഷൻ. ഇത് ഏറ്റവും ബേസിക് മോഡൽ ലാപ്ടോപ്പാണ് xiaomiയുടെ. അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, 8GB റാമാണ് ഇതിൽ ഉള്ളത് ഇൻബിൽഡായിട്ട്. പിന്നെ 250GB SSD വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും റാം ഇതിൻ്റെ ഒരു മോഡലിലും എക്സ്പാൻഡബിൾ സ്ലോട്ട് വെച്ചിട്ടില്ല. അതായത് ഇപ്പോൾ ടോപ്പ് എൻഡ് മോഡലായ ഹൊറൈസൺ എഡിഷനിൽ പോലും അതിൽ എത്ര റാം ഉള്ളതോ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൽ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് Windows 10 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട്, ഹോം ബേസ്ഡ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബേസിക് ലാപ്ടോപ്പാണ്. ഇതൊരു ഗെയിമേഴ്സിന് പറ്റിയ ലാപ്ടോപ്പ് അല്ല ഈ ഒരു ബേസിക് എഡിഷൻ. ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റ് പോയാലും ഹൈ എൻഡ് ഗെയിംസിൻ്റെ ഫുൾ ഗ്രാഫിക്സ് കളിക്കാൻ പറ്റില്ല. എന്നാലും ഒരുവിധം ഹൈ എൻഡ് ഗെയിംസൊക്കെ അതിൻ്റെ മീഡിയം ക്വാളിറ്റിയിലിട്ട് കളിക്കാൻ പറ്റും. അത് കൂടുതൽ പ്രൊഫഷണൽ വീഡിയോ എഡിറ്റേഴ്സ് അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു മോഡൽ ഇറക്കിയേക്കണത്. ഗെയിമേഴ്സിന് എനിക്ക് തോന്നുന്നത് xiaomiനേക്കാളും ബെറ്റർ ബ്രാൻഡ്സ് വേറെ ഉണ്ട്. പക്ഷെ അത് കുറച്ച് വില കൂടിയ മോഡലുകളാണ്. 178 ഡിഗ്രിയാണ് ഈ സ്ക്രീനിൻ്റെ വ്യൂവിങ് ആംഗിൾ. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ടെന്ന്. സ്ട്രൈറ്റിൽ നിന്ന് ഒരു 100-120 ഡിഗ്രി കഴിയുമ്പോൾ വരെയൊന്നും ഒരു ഇഷ്യൂ ഇല്ല, നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഏകദേശം 178 കിട്ടുന്നില്ല. അത്രയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് ബ്ലാക്സ് കയറി വരുന്നുണ്ട്, ബ്രൈറ്റ്നസ്സും എഡ്ജിൽ കുറയുന്ന പോലെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ ബൂട്ടിങ് എത്രത്തോളം ഫാസ്റ്റാണെന്ന് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഷട്ട് ഡൗൺ ചെയ്യട്ടെ. ആദ്യം ഷട്ട് ഡൗൺ കൊടുത്തിരിക്കുകയാണ്. ഷട്ട് ഡൗൺ ആയി. അപ്പോൾ ഇനി നമുക്ക് ബൂട്ടിങ് എത്രത്തോളം ഫാസ്റ്റാണെന്ന് നോക്കാം. ടൈമർ ഇതാണ്, സ്റ്റാർട്ട്. MIയുടെ സ്ക്രീൻ വന്നു, സ്റ്റാർട്ടായി. 13 സെക്കൻഡ് കൊണ്ട് അതായത് ലോഗിൻ സ്ക്രീൻ വരെ എത്തി. ഇനി പാസ്വേഡ് അടിച്ച് കയറേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. സാധാരണ ലാപ്ടോപ്പ് ആണെങ്കിൽ നോർമൽ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഏകദേശം 50 സെക്കൻഡോളം എടുക്കും. പക്ഷേ ഇത് വളരെ ഫാസ്റ്റ് ആയിരുന്നു ഇതിൻ്റെത്. ഓൾറെഡി ഞാനിതിൽ ഫോട്ടോഷോപ്പും പ്രീമിയറും പിന്നെ അത്യാവശ്യം വേറെയും കുറച്ച് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ xiaomiയുടെ അതേ ബ്രാൻഡിൻ്റെ മൊബൈലോ അല്ലെങ്കിൽ ബാൻഡോ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോഗിൻ സ്ക്രീനും കൂടി വരില്ല, നേരിട്ട് ഡെസ്ക്ടോപ്പിലേക്ക് പോവുള്ളൂ. അപ്പോൾ അത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീക്കർ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. അത് യൂട്യൂബിൽ കേട്ട് ഒരു മ്യൂസിക് പ്ലേ ചെയ്യാം. ഞാൻ യൂട്യൂബിലെ ഫ്രീ മ്യൂസിക്കേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ മറ്റേ വേറെയുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. നമുക്ക് കുറച്ച് ഇൻസ്പിറേഷണലായിട്ടുള്ള നോക്കാം. ഫുള്ളിലാണ് സൗണ്ട്. സൗണ്ട് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള എൻ്റെ ലാപ്ടോപ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഡൗൺ ഫയറിങ് ആയ കാരണം കുറച്ച് ഇവിടെ സ്പേസ് ഉണ്ടായിരുന്നു, ഇവിടെ വയ്ക്കായിരുന്നു കുറച്ചുകൂടി ബെറ്റർ സൗണ്ട് ക്വാളിറ്റിക്ക്. പക്ഷേ സ്റ്റീരിയോ നന്നായിട്ട് അറിയുന്നുണ്ട്, സ്റ്റീരിയോയുടെ എഫക്റ്റ് ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള എൻ്റെ ഇത് ലാപ്ടോപ്സ് വെച്ച് നോക്കിയാലും സൗണ്ട് ഇത്തിരി കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ട്രാക്ക് പാഡ് യൂസ് ചെയ്യാൻ നല്ല സുഖമുണ്ട്. കാരണം ഇതേ സെറ്റപ്പ് പോലെയാണ് എൻ്റെ മാക്ബുക്കിൻ്റെ ട്രാക്ക് പാഡ്. 2 വിരൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്യാൻ പറ്റും. ട്രാക്ക് പാഡ് നല്ല സ്മൂത്താണ്. ബാക്കി ഞാൻ ഡെല്ലിൻ്റെ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് അനിയൻ്റെ, അതിൽ ഇത്ര സ്മൂത്തല്ല. ഇത് നല്ല സുഖമുണ്ട് യൂസ് ചെയ്യാൻ. സൂം ഔട്ട് ആക്കാൻ അങ്ങനെ
സുഖമായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഇനി നമുക്ക് പ്രീമിയർ പ്രോ യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് നോക്കാം. നമുക്കിത് എത്രത്തോളം ലോഡ് താങ്ങുന്നുണ്ടെന്ന് നോക്കാം. ആദ്യം ഫുൾ HD ഫയൽ മാത്രം വെച്ച് നോക്കി നോക്കാം. ഇതെൻ്റെ പഴയ ലാസ്റ്റ് വീഡിയോ ആയിരുന്നു. മൗസിൻ്റെ ലോഡൊക്കെ പെട്ടെന്നായി. ഇതെൻ്റെ SSD ഹാർഡ് ഡിസ്കിൽ നിന്നാണ് എക്സ്റ്റേണൽ ലോഡ് ചെയ്തേക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, മിസ്റ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്മൂത്തായിട്ട് സ്ക്രോളൊക്കെ ആവുന്നുണ്ട്. കട്ട് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്തു. നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ലൈം ലൈൻ, പിന്നെ നല്ല സ്മൂത്തായിട്ട് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്ത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുൾ HD വീഡിയോസ് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് പ്ലേ ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഈ ഒരു ഇതിൽ കൂടുതൽ ലെയർസ് ആഡ് ചെയ്താലും വീഡിയോ ലെയർസ് ആയാലും ഓഡിയോ ലെയർസ് ആയാലും അത്രയ്ക്ക് ലാഗ് വരില്ല. പക്ഷേ എഫക്ട്സ് വരും തോറും കുറച്ച് ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് 4K വീഡിയോ ലോഡ് ചെയ്ത് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് ഞാൻ ഹംപി പോയപ്പോൾ എടുത്ത വീഡിയോ ഫുട്ടേജാണ്. 4K ആണ്, ഗോപ്രോയിൽ ഷൂട്ട് ചെയ്തതാണ്. നമുക്കത് നോക്കി നോക്കാം. അല്ല, പെട്ടെന്ന് ഇതിലേക്ക് ആഡ് ചെയ്തു. നമുക്കിത് വെച്ച് പ്ലേ ചെയ്ത് നോക്കാം. വേണ്ട, ഇത് 4K വീഡിയോ ആണ്. നല്ല സ്മൂത്തായിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട്. ചെറിയൊരു ലാഗ് ഉണ്ട്, പക്ഷേ അത് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൻ്റെ ആയിരിക്കും. എന്നാലും നല്ല സ്മൂത്തായിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എഡിറ്റ് ചെയ്യൽ നമുക്ക് നോക്കി നോക്കാം. 2 ഭാഗത്ത് എഡിറ്റ് ചെയ്ത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ പ്ലേ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ ഫുൾ HD അത്രയും സ്മൂത്ത് അല്ലെങ്കിലും ആ ഒരു ചെറിയൊരു ലാഗ് ഉണ്ടെങ്കിലും നല്ല സ്മൂത്തായിട്ട് തന്നെ ഒരുവിധം വീഡിയോ പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ എഡിറ്റിങ്ങൊക്കെ എന്താ പറയുക, ബേസിക് രീതിയിൽ എഡിറ്റിങ്ങിന് ഈ ഒരു ലാപ്ടോപ്പ് ധാരാളമാണ്. ഇനി നമുക്ക് ഫോട്ടോഷോപ്പ് ഒന്ന് നോക്കി നോക്കാം. എൻ്റെ തമ്പനയിൽ ലോഡ് ചെയ്തു. വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തന്നെ ലോഡായി. സൂമിങ് ഒക്കെ നോക്കട്ടെ കേട്ടോ. സൂമിങ്ങിന് കുറച്ച് സ്ലോ ആണ്. എനിക്ക് എൻ്റെ മാക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും അത്യാവശ്യം നീങ്ങുന്നുണ്ട്. ഇത് 4800 പിക്സൽ വിഡ്ത്തുള്ള ഇമേജാണ്. അപ്പോൾ ഏകദേശം 4K റെസൊല്യൂഷനിലും കൂടുതലാണ്, വളരെ കൂടുതലാണത്. ഇതിലേത് എഫക്റ്റ് ജസ്റ്റ് വളരെ പെട്ടെന്ന് ലെയേഴ്സ് ഓൺ ആവലോ ഓഫ് ആവലോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ബേസിക് രീതിയിൽ ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ്, അത് ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബേഴ്സ് അതേപോലെ ചെറിയ കാര്യങ്ങൾക്ക് വർക്കുകൾക്ക് വേണ്ടിയിട്ട് പോർട്ടബിൾ ആയിട്ടുള്ള കിടിലൻ ലാപ്ടോപ്പ് തന്നെയാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ xiaomiയുടെ ഏറ്റവും ബേസ് വേരിയൻ്റ് ഈ ലാപ്ടോപ്പ് ഏറ്റവും സ്യൂട്ടബിൾ എന്താ പറയുക, ഓഫീസ് വർക്കുകൾക്കാണ് ഈ ബേസ് വേരിയൻ്റ് ഏറ്റവും സ്യൂട്ടബിൾ. അതായത് ഡോക്യുമെൻറ്റ്, സ്പ്രെഡ്ഷീറ്റ്, അതേപോലെ തന്നെ പ്രസൻറ്റേഷൻ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ എന്താ പറയുക, എൻട്രി ലെവൽ ഡിസൈനേഴ്സ്, അതായത് ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു ലാപ്ടോപ്പാണ്. കാരണം നമ്മൾ നേരത്തെ വീഡിയോയുടെ ഇതിൽ കണ്ടല്ലോ പ്രീമിയർ എത്രത്തോളം ലോഡ് വലിക്കുന്നുണ്ടെന്നുള്ളത്. അതായത് നമ്മൾ ഫുൾ HD വീഡിയോസ് ഇട്ടിട്ട് എഡിറ്റ് ചെയ്ത് നോക്കി, അത് ശേഷം 4K ഇട്ട് നോക്കി 4Kയിൽ കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ പ്രൊഫഷണൽ രീതിയിൽ വീഡിയോ പിന്നെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുന്നവർക്ക് ഇവരുടെ തന്നെ ഹൊറൈസൺ എഡിഷൻ എന്ന് പറഞ്ഞൊരു മോഡൽ ഇവർ ഇറക്കിയിരുന്നു. അതിന് 56,000 വില. അതിൽ NVIDIAയുടെ 2GB MX350 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡ്, DDR5. സാധാരണ എല്ലാ ലാപ്ടോപ്പിലും MX250 എന്ന ഗ്രാഫിക്സ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു xiaomiയുടെയാണ് ആദ്യത്തെ ലാപ്ടോപ്പ് MX350 എന്ന മോഡൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് ആ ഒരു മോഡൽ ഡിസൈനേഴ്സിനെയും പ്രൊഫഷണൽ വീഡിയോ എഡിറ്റേഴ്സിനെയും എയിം ചെയ്തിട്ടാണ് അവർ ഇറക്കിയേക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ലോഡൊക്കെ വലിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ രീതിയിൽ വീഡിയോ ആൻഡ് ഫോട്ടോഷോപ്പ് ചെയ്യുന്നവർക്ക് ഈ ഒരു മോഡൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ബേസിക് ലെവലിൽ അതായത് ബേസിക് ലെവലിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു മോഡൽ ലാപ്ടോപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്ത് ഞാൻ വിചാരിക്കുന്നു. മാക്സിമം എന്നെ കൊണ്ട് ആവുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോസും കോൺസും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും കോൺഫിഗറേഷൻ തരുന്ന വേറൊരു ബ്രാൻഡ് ഇല്ല. കാരണം 10th ജനറേഷൻ i5ഉം 256GB SSD തരുന്ന ഒരു ബ്രാൻഡ് വേറെ ഇല്ല ഈ ഒരു വിലയ്ക്ക്. പിന്നെ ഗ്രാഫിക്സ് കാർഡ്, ഇതിൽ ഓൺബോർഡ് ഗ്രാഫിക്സ് ആണ്. ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് വരുന്ന വേർഷന് ഇതിനേക്കാൾ ഒരു 4,000 വ്യത്യാസം കൂടുതലാണ്. അതിൽ MX250 വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ് MX350 വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ അവിടെ റിപ്ലൈ തരാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു വിചാരിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്നാക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ അൺബോക്സിംഗ് വീഡിയോസ്, ടെക് ടിപ്സ്, പുതിയ റിവാർഡിംഗ് ആപ്സിൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി വരികയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.